ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ലോകത്തിലെ ശതകോടീശ്വരന്മാര് കോടിക്കണക്കിന് ടിക്കറ്റുകൾ പൈസ കൊടുത്ത് ആ പേടകത്തിന്റെ ഉള്ളിൽ കയറി ചെന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് എത്തിയിട്ട് അവിടെ ചിതറിപ്പോയ അവസ്ഥ. അള്ളാഹു അവർക്ക് തീരുമാനിച്ചത് അവിടെയാണ്, ആ ഇടമാണ്. അള്ളാഹു തീരുമാനം നടപ്പാക്കുമെന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഭൂമിയിൽ ഒരിടമില്ല അള്ളാഹുവിനെ ഒളിച്ചു കഴിയാൻ. ആകാശ സീമകളിലും ഒരിടവും നമുക്കില്ല. എവിടെയായാലും അള്ളാഹുവിന്റെ തീരുമാനം അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മരണത്തെ കുറിച്ച് ചിന്ത വേണം. എപ്പോഴും മരണമാണ് നമ്മുടെ മുമ്പിൽ ഉറപ്പായ ഒരു കാര്യം. ഏത് നിമിഷവും മരിക്കും. അപ്പോൾ ആ മരണത്തിനെ സ്വീകരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ പോലെ നമ്മൾ ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടുപോയാൽ എത്ര സുന്ദരമായിരിക്കും, എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ആരോഗ്യമുള്ള സമയങ്ങൾ. ഇനിയൊരു സമയം നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയം കടന്നു വരാൻ പോകുന്നു. ആ സമയത്ത് ഓടിച്ചാടി പള്ളിയിലേക്ക് കടന്നു വരാനോ അതല്ലെങ്കിൽ ഓടിച്ചാടി പഴയതുപോലെ ചെയ്യാനോ നമുക്ക് തൗഫീഖ് വന്നെന്ന് വരില്ല. ആ സമയത്ത് വിഷമിക്കാതെ നമ്മുടെ ആരോഗ്യമുള്ള സമയങ്ങൾ റബ്ബിലേക്ക് തിരിച്ചുവിടണം. അവന്റെ തഖ്വയിലേക്ക് വഴി തിരിച്ചുവിടണം. ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അല്ലാഹുവിലേക്ക് മടങ്ങണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ, അല്ലാഹുവിനെ ഓർത്തു ജീവിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസമുണ്ട് കേട്ടോ, തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിന്നിലേക്ക് വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ഈ ലോകത്ത് ജീവിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ മരണത്തെ കുറിച്ച് ചിന്ത ഉണ്ടാകണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും, ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും സുന്ദരത്തിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ ആയി ഒരുപാട് ആനന്ദത്തോടു കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതിന്റെ അവസാന വെള്ളി, അടുത്ത വെള്ളി നമുക്ക് ഉറപ്പില്ലല്ലോ. ഒരിക്കലും ഓരോ മനുഷ്യനും ഉറപ്പ് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ വെള്ളി, ഇതിന്റെ അവസാനത്തെ ജുമുഅ, ആ ചിന്തയോടുകൂടി കൈകെട്ടി നോക്കി, ആ ചിന്തയോടുകൂടി ഫാത്തിഹ ഓതി നോക്കണം. ആ ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നോക്കണം. അല്ലാഹുവേ, ഇനി സുജൂദ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഇതെന്റെ അവസാനത്തെ സുജൂദ്. അങ്ങനെ ജീവിതത്തിന്റെ സെക്കൻഡുകളും മിനിറ്റുകളും ദിവസങ്ങളും നിങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം എത്രയോ സുന്ദരമാകും. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആ ആനന്ദത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ ഭയക്കാതെ, അള്ളാഹുവിന്റെ മുമ്പിൽ വിറയ്ക്കാതെ, നല്ല രാഹത്തോടുകൂടി ആ മഹ്ശറയുടെ ലോകത്ത് നമുക്ക് സംബന്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, അത് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു നിമിഷമാണ്. ഓഗസ്റ്റ് 15 ഇന്നലെ ആയിരുന്നു. 78 വർഷങ്ങൾ പിന്നിടുകയാണ് മഹത്തായ നമ്മുടെ രാജ്യം. അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷത്തിൽ സന്തോഷിക്കുന്ന സർവ്വ മനുഷ്യരും സ്വരാജ്യ സ്നേഹമാണല്ലോ ഈമാൻ.